തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു വിശകലനങ്ങളൊക്കെ എങ്ങനെയാണ്? വിശകലനം പൂർണ്ണമായിട്ടും ഒന്നും ആയിട്ടില്ല. എന്നാലും നമ്മൾ ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒന്ന് കുറച്ച് പോളിംഗ് ഒരു അറൗണ്ട് 3%ഓളം വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ UDF വോട്ടുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളെ വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ വിവിധ സമുദായ സംഘടനകൾ, മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്നവർ, മുസ്ലിം ലീഗിൻ്റെ തന്നെ യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകർ, ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും വലിയ സ്നേഹത്തോടെ ഇവർക്കെതിരെ സംസാരിക്കുന്ന രീതിയുണ്ട്, ഒരു നല്ലൊരു വിഭാഗം. അതോടൊപ്പം ഇന്നലെ ഉണ്ടായ അക്രമ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അവരുടെ ഒരു തോൽവി, അതേപോലെ അവരുടെ ഒരു വല്ലാത്ത, നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുയിന്താവുക എന്ന് പറയും, ആ ഒരു നമ്മളോടൊക്കെ തോന്നുന്ന ഒരു വല്ലാത്തൊരു അസ്വസ്ഥത, ഭയങ്കര ഫ്രസ്ട്രേഷൻ അവർക്കുണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രതികരണം പല ബൂത്തുകളിൽ നിന്നും അവരുടെ ചില പ്രവർത്തകരിൽ നിന്നും, അതായത് PM സലാമിൻ്റെയും KM ഷാജിയുടെയും ഫോളോവേഴ്സ്, അതാണ് അവരെ കാണേണ്ടത്. PM സലാമിൻ്റെയും KM ഷാജിയുടെയും ആജ്ഞാനുവർത്തികളായിട്ടുള്ള ഒരു സെറ്റുണ്ട്, ഒരു ഗുണ്ടാപ്പടയുണ്ട് മുസ്ലിം ലീഗിന്. അവരൊക്കെ ഇന്നലെ വല്ലാത്ത അസ്വസ്ഥതയാണ് പ്രകടിപ്പിക്കുന്നത്. അവരാണല്ലോ തെറി വിളിക്കുന്നത്, അവരാണ് അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ ഒരു രീതിയാണ് ഇന്നലെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ വലിയ അങ്കലാപ്പിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചിട്ടയായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം നടത്തി. മലപ്പുറം മണ്ഡലത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരെല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണക്കാലത്ത് ഒരു 40 ദിവസം വളരെ സജീവമായി മണ്ഡലത്തിൽ ഓടി നടന്നതാണ്. അപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ കുട്ടികൾ, പിന്നെ ചെറുപ്പക്കാർ, അവരൊക്കെ ഒരു വലിയ സ്നേഹത്തോടു കൂടിയാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത്. പക്ഷെ അതോടൊപ്പം ഞാൻ ഇപ്പോഴും പ്രയാസത്തോടു കൂടി പറയുന്നത്, മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാർ, മുസ്ലിം ലീഗിലെ ചില നേതാക്കന്മാർ തെറ്റായ രീതിയിൽ അവരുടെ പ്രവർത്തകരെ നയിക്കുന്നുണ്ട്. എല്ലാ തെമ്മാടിത്തത്തിനും കൂട്ടുനിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇപ്പോൾ അവസാനം ഇന്നലെ ഉണ്ടായിരുന്ന സംഭവം നമുക്കറിയാം. അവിടുത്തെ ഒരു MLA പോലും വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി, ഈ സംഭവം ഉണ്ടായി, എന്നെ തടയുന്ന സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് കാറിൽ കയറി പോകാൻ നേരത്ത് വീണ്ടും ബഹളം വെച്ച് ഇവർ വെല്ലുവിളിയും കൊലവിളിയൊക്കെ നടത്തുക. ആ സാഹചര്യത്തിൽ MLA അവിടെ എത്തി. MLA എത്തി. എന്നാൽ സാധാരണഗതിയിൽ നമ്മുടെ ഒരു നേതൃത്വമാണെങ്കിൽ, ഇപ്പം ഞാനാണ് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രയാസകരമായ സാഹചര്യം ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഞാൻ ഇറങ്ങിച്ചെന്ന് നമ്മുടെ പ്രവർത്തകരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരികയല്ലേ ചെയ്യുക. ഇങ്ങനെ കുഴപ്പമുണ്ടാകരുത്. നിങ്ങളത് കൊട്ടിക്കലാശത്തിന് കണ്ടു കാണും. നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ടാണ് അവിടെ ഒരു സംഘർഷത്തിലേക്ക് പോകാതെ, അവിടെ അത്രയും ടയേർഡായ സമയത്ത് പോലും നമ്മളൊരു പ്രസംഗത്തിലേക്ക് പോവുകയും മുദ്രാവാക്യം വിളികളിലേക്ക് പോവുകയും നമ്മുടെ പ്രവർത്തകരെ സംയമനരാക്കി നിർത്തുന്നതിന് വേണ്ടി ശ്രമകരമായ ഇടപെടൽ നടത്തിയത് ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അവിടെ വന്ന് ആ സ്ഥിതി, ആ രംഗം ശാന്തമാക്കാൻ പരിശ്രമിച്ചോ? ഇല്ല. അവർ സംഘർഷത്തിലേക്ക് പോകട്ടെ, അടിയുണ്ടാകട്ടെ, കലാപമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കല്ലേ മലപ്പുറത്ത്? അതിനവർ പരിശ്രമിച്ചത്. ഈ MLA ഇന്നലെ രാത്രി എന്നെ അതാ ഞെട്ടിച്ചത്. അതൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ മൊഴി കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ പോയപ്പോൾ ഈ ഗുണ്ടാപ്പടകളെയും കൂട്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ മർദ്ദിച്ചതിൽപ്പെട്ടവർ അവിടെ ഉണ്ട് സ്റ്റേഷൻ്റെ മുമ്പിൽ. എന്നിട്ട് അവിടെ വന്നിട്ടും ഞങ്ങളോട് എന്ത് ചെയ്യാണ്, ഇത് എന്നാൽ പറ്റിപ്പോയി, ഇതൊക്കെ ഇങ്ങനെയല്ലേ, അത് നമുക്കൊന്ന് ഇങ്ങനെ ഇതായതുകൊണ്ട് സംഭവിച്ചു പോയതാണ് എന്ന് പറയുന്നിടത്തൊക്കെ അല്ല വരുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയല്ലേ ഞാൻ, ഇദ്ദേഹത്തിന് ഇങ്ങനെ അനുഭവം ഉണ്ടാവുമല്ലോ. ഇതേ MLA ബൂത്തിൽ കയറിയിട്ടുണ്ടല്ലോ, ബൂത്തിൻ്റെ ഈ കോമ്പൗണ്ടുകളിലൊക്കെ കയറി ആളുകളെ കണ്ടൊക്കെ പോയിട്ടുണ്ടല്ലോ. അതിൻ്റെ CCTV ഒക്കെ പരിശോധിക്കട്ടെ. ഇതുണ്ട്. ഈ മുസ്ലിം ലീഗിൻ്റെ പല MLA മാരും പല സ്ഥലത്തും ഇത് കയറിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അല്ലെങ്കിൽ അവർ പറയട്ടെ. അവിടെയൊന്നും ഒരു ഇടതുപക്ഷ പ്രവർത്തകനും ഇവരെ തടയുകയോ ഇവരെ മോശമായി ഇവരോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാവരും വളരെ സൗഹാർദ്ദത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ ചെയ്യുന്നത്. പക്ഷെ പൊതുവേ ഇവർ പുറത്ത് പറയുക ഇവർ ഭയങ്കരമായ ജനാധിപത്യ മാതൃകയുള്ളവരാണ്, സ്വീകരിക്കുന്നവരാണെന്ന്. ഒന്നുമല്ല. ഇന്ന് മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ഒരു തെറ്റായ നേതൃത്വമാണ്. അഹങ്കാരത്തിൻ്റെ ഭാഷയാണ് അവർക്കുള്ളത്, ധിക്കാരത്തിൻ്റെ ഭാഷയാണുള്ളത്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറും എന്നാണ്. അത് മാറി മുസ്ലിം ലീഗിലൊരു ശുദ്ധീകരണം വന്നാൽ തെറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു മുസ്ലിം ലീഗിൻ്റെ ചില പോക്കറ്റുകൾ എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ മോശമായ സംസാരവും പദപ്രയോഗങ്ങളുമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനത്തെ ഒരു വല്ലാത്ത മോശം അനുഭവം എനിക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയോടൊപ്പം ഇടതുമുന്നണിയും മലപ്പുറത്ത്.